ഹായ്, അസ്സാം വലൈക്കും. ലുലു സ്പൈസി കുക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പോളയാണ്. ഇത് ഞാൻ സാധാ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ ചിക്കന് പകരം ഇതിൽ ബീഫാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ കുറച്ച് ക്യാപ്സിക്കവും തക്കാളിയൊക്കെ ഇട്ട് ഞാനിത് വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ 10 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണം 5 മുട്ടക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഒരു 300 ഗ്രാമോളം ബോൺലെസ് ബീഫും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വേവിച്ചാൽ പോരാ, നന്നായിട്ട് തന്നെ വേവിച്ച് വെക്കണം. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാനൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതേപോലൊരു ബൗളെടുത്ത് മുട്ട മുഴുവൻ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായി പതഞ്ഞ് വരുന്ന തരത്തിൽ അടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒരു വിസ്ക് വെച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളകും അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ വിസ്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പൂണോ മറ്റോ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളി മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ചൂടായ പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക. ഇതേപോലെ നൈസായി സവാള അരിയണം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലി പുതിന ഇലകൾ അരിഞ്ഞു വെച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സാക്കി നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1.5 ടീസ്പൂണുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നന്നായി മിക്സായി വന്ന് ഇത് നമുക്കിത് നമ്മൾ അടിച്ച് വെച്ച മുട്ടയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം ചൂടായ കുക്കറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ശേഷം ഇതേപോലെ ഒരു ബ്രഷ് വെച്ച് ഈ സൈഡിലൊക്കെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാറ്റർ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു 3 ക്യാപ്സിക്കം 3 കഷ്ണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതേപോലെ തക്കാളി ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചതും മേലെ വെച്ച് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അതേപോലെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് നേരം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. വെയിറ്റ് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പോള റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ, കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയിൽ ഉടനെ കാണാം. ബൈ. താങ്ക് യു.